മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകമായ റൂമറാണ്, ശരിയാണെന്നറിയില്ല. ഏകദേശം ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മളുടെ ടെലിഫോൺ ചാർജുകൾ വർദ്ധിക്കും. ഏകദേശം 20% വർദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇലക്ഷൻ അടുത്തതുകൊണ്ടാണ് കമ്പനികൾ മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദവുമുണ്ട്. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ 20% വർദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു. ഇൻ്റർനെറ്റ് ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് ഇന്ത്യ. സമ്പൂർണ്ണ താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ താരിഫ് പ്രതിമാസം $2 മാത്രമാണ്. ബ്രസീലിൽ അത് $6.1, ബംഗ്ലാദേശ് $2.9, ഇന്തോനേഷ്യയിൽ $5.8 ചിലവാക്കുമ്പോൾ ഇന്ത്യക്കാർ പൊതുവെ ചിലവാക്കുന്നത് കുറഞ്ഞ തുകയാണ്. കനത്ത മത്സരമുള്ള ഇന്ത്യൻ ടെലികോം വിപണി ഈ കുറഞ്ഞ നിരക്കിനോട് കാരണമാണ്. ഒറ്റയ്ക്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമെന്നതിനാൽ ശ്രദ്ധിച്ചിട്ട് ഇക്കാര്യങ്ങളിലെല്ലാം കമ്പനികൾ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ ടെലികോം താരിഫുകൾ വർധന വന്നിട്ട് ഏകദേശം 1 വർഷത്തിലധികമായി. 5G നെറ്റ്വർക്ക് ചെലവുകൾ കാരണം എയർടെലിനും ജിയോയ്ക്കും ഏകദേശം 9,000 കോടി രൂപയുടെ മൂലധന ചെലവ് ഉണ്ടാകുന്നുണ്ടെന്ന് അനലിസ്റ്റുകൾ കണക്കാക്കുന്നു. ഇത് മുതലാക്കാൻ അനിവാര്യമായ നിരക്ക് വർധനവിലേക്കാണ് ടെലികോം കമ്പനികൾ കടക്കാൻ പോകുന്നത്. 2024 പകുതിയോടുകൂടി ടെലികോം താരിഫുകൾ ഉയർത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നു. രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ ജിയോയും ഭാരതി എയർടെലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഇതിന് കാത്തിരിക്കുകയാണ്. പ്രീപെയ്ഡ് വിഭാഗത്തിലെ എല്ലാ ടെലികോം കമ്പനികളും അവസാനമായി നിരക്ക് ഉയർത്തിയത് 2022 മൂന്നാം പാദത്തിലാണ്. അതിനു മുമ്പ് 2020 നിരക്ക് വർധന ഉണ്ടായി. ആഗോള ബ്രോക്കറേജായ ജെഫ്രീസിൻ്റെ പ്രതീക്ഷ പ്രകാരം തെരഞ്ഞെടുപ്പിന് ശേഷം 2025 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയിൽ ടെലികോം താരിഫുകൾ ഉയരുമെന്നാണ് പറയുന്നത്. റിലയൻസ് ജിയോ 5G നെറ്റ്വർക്ക് ആരംഭിച്ചപ്പോൾ എയർടെൽ പടിപടിയായി 5Gയിലേക്കുള്ള സമീപനമാണ് സ്വീകരിച്ചത്. മറുവശത്ത് നോക്കിയാൽ വോഡാഫോൺ ഐഡിയ ഇതുവരെ 5G പ്ലാനുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ടെലികോം കമ്പനികൾക്ക് ആവശ്യമായ റിട്ടേൺ നിരക്ക് ലഭിക്കാത്തതിനാൽ 5G നിക്ഷേപം വീണ്ടെടുക്കാൻ താരിഫ് വർധന അനിവാര്യമാകുമെന്ന് വിപണി വിദഗ്ധർ സൂചന നൽകുന്നു. ജെഫ്രീസിൻ്റെ അനുമാനം പറയപ്പെടുന്നത് 20% വരെ വർദ്ധിക്കുമെന്നാണ്. ഉയർന്ന നെറ്റ്വർക്ക് നിക്ഷേപങ്ങൾ കാരണം 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയീസ് അതായത് ROEC കുറയാൻ സാധ്യതയുണ്ട്. ഇത് മെച്ചപ്പെടുത്താൻ കമ്പനികൾക്ക് വിലക്ക് വർധനയുടെ ഒരു പോംവഴി. അതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കടക്കണിയിലായ വോഡാഫോൺ ഐഡിയയിൽ 33% ഓഹരി നിക്ഷേപം നമ്മളെ കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ കമ്പനിയുടെ നിലനിൽപ്പിനും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും നിരക്ക് വർധന വേണ്ടിവരും. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിനെ പിന്തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതയും ഇലക്ഷന് ശേഷം നിലനിൽക്കുന്നുണ്ട്.